മുന്നാടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മക്രോണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 1/4 കിലോ മക്രോണിയാണിത്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, 2 പച്ചമുളക്, ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, 3 മുട്ട, 2 തക്കാളി, 1 സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ അതിന് വേണ്ട എണ്ണയും. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നല്ല തിള വരുമ്പോൾ നമുക്ക് ഈ മക്രോണി ഇട്ട് കൊടുക്കണം. ഇത് വെള്ളം തിളക്കട്ടെ. വെള്ളം ചൂടായിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ല തിള നേരം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഊറ്റിച്ച് കൊടുത്ത് അത് മക്രോണി തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. മക്രോണി നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് നോക്കുന്നത് ഇങ്ങനെ മുറുക്കാൻ പറ്റുന്ന ഒരു പരുവായതുകൊണ്ടാണ്. അതായിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ മക്രോണി കുതിർത്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം പോകാൻ വേണ്ടി ഞാനൊരു അരിപ്പത്തട്ടിലെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊട്ടും തന്നെ പറ്റാതെയാണ് കിട്ടിയിട്ടുള്ള മക്രോണി. ഒന്നോടൊന്ന് പറ്റിച്ചേരുന്നില്ല എണ്ണ ചേർത്തത് കൊണ്ട്. ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ 2 തക്കാളി നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വരണം. അരച്ചിട്ട് വരാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് എണ്ണ ചൂടായി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിൻ്റെ പച്ചച്ചോവ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഉള്ളി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ തക്കാളി അരച്ച് വെച്ച തക്കാളി അത് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ മക്രോണി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോസ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ മക്രോണി റെഡി ആയിട്ടുണ്ട്. മർക്കോണി സൂപ്പർ അല്ലേ മക്രോണി? അപ്പോൾ എൻ്റെ മക്രോണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.